ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ഇന്നിപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി എൻ്റെ വീട്ടിലേക്ക് പോകണ്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് ഇപ്പോൾ കുറേ ആയി. ഡിസംബറിൽ പോയതായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ നോമ്പൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ 2 ദിവസം പോയിട്ട് നിൽക്കാൻ വിചാരിച്ചിട്ടോ. ഇക്കാക്ക് എന്തായാലും 2 ദിവസം ലീവുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട്സ് 2 ആൾക്കാർ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ബേബീസിനെയും കാരണം ആ ഒരു ഇതും കൂടി ഉണ്ട് കേട്ടോ. കാരണം കുറേ ആയി കാണാൻ പോകണം എന്ന് വിചാരിക്കുന്നു കേട്ടോ. പക്ഷേ കാണാൻ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം മക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് പനിയും ജലദോഷമൊക്കെ വരുമ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ പോകാൻ പാടില്ല. കാരണം ബേബീസിനൊക്കെ വാവക്കൊക്കെ പെട്ടെന്ന് വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം പിന്നെ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതും കൂടിയാണ് കേട്ടോ. പിന്നെ ഇതാ പോകുന്ന വഴിക്കിൽ ഉത്സവം നടക്കുന്നുണ്ട് കേട്ടോ അമ്പലത്തിൽ. അപ്പം അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ കൽപ്പറ്റ കൂടിയല്ല കേട്ടോ പോകുന്നത്, മീനങ്ങാടി കൂടിയാണ് പോകുന്നത്. അങ്ങനെ പിന്നെ ഇതാ കുറച്ച് ഒരു 5 മിനിറ്റ് 2-3 മിനിറ്റ് ചെയ്യുന്നു കേട്ടോ ഈ ഒരു ട്രാഫിക് ജാം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ കഴിച്ചിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ഞാനും മിക്കും ഇച്ചൊക്കെ കൂടിയിട്ട് ഇങ്ങനെ കാറിൽ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആളിങ്ങനെ പറയാണ് മേപ്പാടി ഭയങ്കര ട്രാഫിക് ജാം ചെയ്യുന്നു കേട്ടോ. കാരണം ടൗണിൻ്റെ നടുക്കിനെയാണ് കേട്ടോ അമ്പലവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ വിചാരിച്ചിട്ട് ഇതിൽ കൂടെ വന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ കാക്കവയലെത്തിയപ്പോൾ എന്താ ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ. ആള് അതിന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ന്യൂ ഫോമിൽ കേട്ടോ നമ്മൾ കയറിയപ്പോൾ നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. നമ്മൾ അധികം കൽപ്പറ്റുന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെയാണ് കേട്ടോ ഫുഡ് കഴിക്കൽ. ഇന്നിപ്പോൾ എന്തായാലും പുറത്തുനിന്ന് കഴിക്കാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ ഇന്നതാ അകത്ത് കയറിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു കേട്ടോ. നമ്മൾ ക്രസൻറ്റ് മുതൽ അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി വരെ കോളേജിലുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ആൾ വേറെ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പം മെറൂനെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവളോടും ഫാമിലിയോടൊക്കെ സംസാരിച്ചിട്ടോ. പിന്നെ അതാ ഞങ്ങൾ സീറ്റിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ അവരും ഫുഡ് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതായിരുന്നു. പിന്നെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ അതിൻ്റെ അടുത്ത് ഫുഡും കാര്യങ്ങളും എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചു കേട്ടോ. അവർ നമ്മൾ മന്തി ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇച്ചു പിന്നെ എവിടെ വന്നാലും എവിടെ പോയാലും ആൾക്ക് ടേബിളിൻ്റെ മുകളിൽ കയറിയിരിക്കണം കേട്ടോ. അപ്പം ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ അധികം അങ്ങനെ തന്നെ ഇരിക്കും. ചെയറിലൊന്നും ഇരിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. ഒരിക്കലും മെയിനായിട്ട് ടേബിളിൻ്റെ മുകളിൽ കയറാം. അങ്ങനെ ഇന്നതാ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന സമയത്ത് കുറേ പറഞ്ഞു. പക്ഷേങ്കിൽ ആളെ എണീക്കുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം പിന്നെ എന്താക്കിയാൽ അവിടെ തന്നെ എന്തായാലും ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ കാരണം കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇടങ്ങാറായിരിക്കും. പിന്നെ ആ കരച്ചിൽ ഓനെ നിർത്തൂല കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ഫസ്റ്റ് തന്നെ സാലഡ്സും അതുപോലെ തന്നെ നമ്മൾ മയനൈസൊക്കെ വന്നു. പിന്നെ നമ്മൾ മട്ടൻ സൂപ്പും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നു കേട്ടോ, കോപ്പർ കിച്ചണിൽ കഴിച്ചതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടുത്തത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ മിറു ഓളെ ഏട്ടത്തിൻ്റെ സിത്തുവിൻ്റെ ബേബിനെയും കൊണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുട്ടീനെയൊക്കെ ഒന്ന് കളിപ്പിച്ചതിന് ശേഷം പിന്നെ അവർ പോയിട്ടോ. പിന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ്. ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഏതാ ഇടങ്ങേറാക്കുന്നത് കേട്ടോ. ഓള് ഫുള്ളും ഒച്ചും ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ചെറിയൊരു സൗണ്ട് ഉണ്ടാവും കേട്ടോ ഈ ബാക്ക്ഗ്രൗണ്ടിൽ. നമ്മൾ സൂപ്പും കാര്യങ്ങളൊക്കെ കുഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മന്തി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റ് ഷവായി ചെയ്യുന്നുണ്ടോ ഞങ്ങൾ വാങ്ങിയത്. ഷവായി വിത്ത് മന്തി റൈസ് ചെയ്യുന്നുണ്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഞങ്ങൾ ആ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും അത് ട്രൈ ചെയ്തു. പിന്നെ അത് ആദ്യം തന്നെ ഇച്ചുവിന് കൊടുക്കാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ സൂപ്പ് ഇത്ര നേരമായിട്ടും കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞു ഇച്ചുവിന് കുറച്ച് റൈസും ചിക്കനും ഹാക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടോ. പിന്നെ അത് പിന്നെ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ആളെ പിന്നെ സോഫയിലും അതുപോലെ തന്നെ ഒക്കെ ഇരുത്തിയിട്ട് കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ചോറൊക്കെ വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇക്ക കഴിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം വെറൈറ്റി ഒരു ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. എല്ലാ സ്ഥലത്തുനിന്നും കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് അല്ല ഇതിനെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ ഒരു മിൻറ്റ് ലൈമും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മിൻറ്റ് ലൈം ഇഞ്ചിയൊക്കെ ഇട്ടിട്ടായിരുന്നു കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം എപ്പോഴും നമ്മൾ വാങ്ങുമ്പോൾ നല്ല തണുപ്പും ഉണ്ടാവലുണ്ടായിരുന്നു. പക്ഷേങ്കിൽ മിൻറ്റിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. പക്ഷേ ഇത് ഫുള്ളും ഇഞ്ചിൻ്റെ ആ ഒരു ഫ്ലേവർ ചെയ്യുന്നു കേട്ടോ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു സിപ്പ് മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ. ബാക്കി പിന്നെ ഈ കാക്കനെ തിരിച്ചു കൊടുത്തിട്ടോ. ആളോട് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് ടേസ്റ്റ് തോന്നിയില്ല കേട്ടോ. കാരണം ബാക്കി എല്ലാ സ്ഥലത്തുനിന്ന് കഴിക്കുന്നുള്ള ആ ഒരു ടേസ്റ്റ് ഇതിലുണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഇച്ചുവിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇച്ചു ഇക്കൊക്കെ കുഴിച്ചു. പിന്നെ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇച്ചുവിൻ്റെ മുഖവും വായൊക്കെ നല്ലോണം കേക്ക് കൊടുത്തിട്ടോ. കാരണം ആൾ ഫുള്ളും ഇതിൽ കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അതാ അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ ഇച്ചു കൈ പിടിക്കാനൊന്നും സമ്മതിക്കുന്നുണ്ടാവുന്നില്ല. ഓനിക്ക് തന്നെ ഒറ്റയ്ക്ക് നടക്കണം എന്നൊക്കെ ചെയ്യുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് വേഗം ഇറങ്ങി അപ്പോഴത്തേക്ക് വീട്ടിലെത്തിട്ടോ. അവിടുന്ന് പിന്നെ കുറച്ച് ചെയ്യുന്നു കേട്ടോ ഉള്ളൂ മീനങ്ങാടിയിൽ നിന്ന്. പിന്നെ അതാ വീട്ടിലെത്തിയപ്പോൾ ഇവരൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവർ കുറേ നേരം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ബ്രദർ വിളിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. അവർ കരിമീനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചല്ലോ. അപ്പോൾ എന്തായാലും ഫുഡ് വേണ്ട, ഇക്കാക്ക് ജ്യൂസ് മതി എന്ന് പറഞ്ഞു. അപ്പം ഉമ്മ തേങ്ങയും കൊണ്ട് ജ്യൂസൊക്കെ അടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് ഈ ഒരു ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എപ്പോഴും വരുമ്പോഴും അധികം ഉണ്ടാക്കി കൊടുക്കലാണ് കേട്ടോ.
അപ്പോൾ അതൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ബ്രദറിന് മാങ്ങ വേണമെന്ന് പറഞ്ഞപ്പം മാങ്ങയിൽ ഉപ്പും മുളകൊക്കെ ആക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് അതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിച്ചും മിക്കൊക്കെ കൂടി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിലത്തിരുന്നിട്ട് ഇങ്ങനെ വീടെടുക്കും, കാരണം ഭയങ്കര ചൂടിന്ന് കേട്ടോ. ഈ ഒരു സമയത്ത് നോമ്പിൻ്റെ 2-3 ദിവസം മുമ്പായിരുന്നു കേട്ടോ വീട്ടിൽ പോയത്. അപ്പം പിന്നെ അതൊക്കെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. പിന്നെ പിറ്റേ ദിവസം ഞാൻ പറഞ്ഞില്ല, തലേ ദിവസം കരിമീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ കിടന്നുറങ്ങിട്ടോ. അപ്പം എണീറ്റ് തന്നെ ഒരു 9:30-10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മളെ വീട്ടിൽ വന്നാൽ കുറച്ച് മടി കൂടുതലായിരിക്കുമല്ലോ. അപ്പം പിന്നെ ഫ്രണ്ട്സിൻ്റെ ബേബീസിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്. അപ്പം പിന്നെ വൈകുന്നേരമായിരുന്നു കേട്ടോ എണീറ്റത്. അത്ര വരെ പിന്നെ മക്കളെയൊക്കെ കിടത്തി ഉറക്കി. പിന്നെ ഓരോരോ കരച്ചിലൊന്നും കാണണ്ടല്ലോ വിചാരിച്ചിട്ടോ. അപ്പോൾ വൈകുന്നേരമായിരുന്നു എണീറ്റിട്ട് പോയത്. അപ്പം പോകുന്ന വൈക്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, ഹയറു. അപ്പോൾ അവളെയും കൂടെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവൾ വരുന്നില്ല, കാരണം അവൾക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ അവിടെ വരുന്നില്ല പറഞ്ഞപ്പം അവിടെ റോട്ടുമ്പിൽ ഒന്ന് വർത്താനം പറയാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ആൾ അകത്തേക്ക് വിളിച്ചു. പിന്നെ അവിടെ കുറച്ച് ഫർണിച്ചർ വർക്കും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്, വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു. പിന്നെ തിരിച്ച് വരികയാണ് കേട്ടോ. പിന്നെ ഇപ്പം പെട്ടെന്ന് തന്നെ പോട്ടെ എന്ന് പറഞ്ഞ് നിന്നപ്പോഴാണ് അവളുമ്മ ചായയും കടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചായ വേണ്ട, എന്തെങ്കിലും വെള്ളം മതി എന്ന് പറഞ്ഞപ്പം ആൾ പിന്നെ അതെടുക്കാം. പിക്ക് വരെ പോസ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആളിങ്ങനെ പറയുന്നു ലേറ്റ് ആകും എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ അത് അപ്പവും അതുപോലെ തന്നെ പരിപ്പോടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് നമ്മളിനി ലൈം കുടിക്കുകയാണ് കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങി, കാരണം ഞാൻ പറഞ്ഞല്ലോ 4 മണിയൊക്കെ ആയപ്പോഴായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പം ബേബീസിനെ കാണാൻ പോകണം. അപ്പോൾ അവർക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ കേട്ടോ. അപ്പം 2 പേർക്കും സെയിം ഡ്രസ്സാണ് കേട്ടോ എടുത്തത്. അനുവിൻ്റെ ബേബിക്കും ഫറുവിൻ്റെ ബേബിക്കും ട്രൗസറിൽ മാത്രമാണ് കേട്ടോ ഒരു വ്യത്യാസമുള്ളൂ കളറിൽ. ഒരാൾക്ക് ലൈറ്റ് ഗ്രീനും ഒരാൾക്ക് ലൈറ്റ് യെല്ലോയും കേട്ടോ. ബാക്കി കുപ്പായും കാര്യങ്ങളൊക്കെ സെയിം ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങി ഇനിയിപ്പം ഫറുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ആദ്യം ഫറുവിൻ്റെ വീട്ടിൽ നിന്ന് തുടങ്ങി പിന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാമെന്ന് കേട്ടോ വിചാരിച്ചത്. പിച്ചു അതിൻ്റെ ഇടയ്ക്ക് ബേബീനെ കാണാൻ പോകണം, ബേബീനെ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ബേബീനെ എത്തി, പക്ഷേ ബേബീനെ വീഡിയോയും കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആൾ നല്ല ഉറക്കിയായിരുന്നു. അപ്പം ഉണർത്തേണ്ട വിചാരിച്ചു. പിന്നെ ഞങ്ങൾ രണ്ടാളും കുറേ നേരം സംസാരിച്ചു കേട്ടോ. ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ നേരം ഞാൻ അവിടെ ഇരുന്നു. അപ്പം അവൾ ഉപ്പാനും ഉമ്മാനൊക്കെ കാണണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എങ്കിൽ അവർ ഹോസ്പിറ്റലിലേറ്റിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. പിന്നെ നേരെ പോകുന്ന വൈക്കിൽ ഉമ്മ ഇച്ചൂനും മെസക്കൊക്കെ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കുകയാണ് കേട്ടോ. അപ്പം വീട്ടിൽ വന്നാൽ ഉമ്മാൻ്റെ വക ഡ്രസ്സ് ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു, ഉമ്മ ചൂടല്ലേ ഇപ്പം. അപ്പം ഇതൊക്കെ കോട്ടൻ്റെ ഉടുപ്പും പിന്നെ ഇച്ചൂന് ടീഷർട്ടുകളും മതി, ജീൻസിൻ്റെ ഒന്നും വേണ്ട, കാരണം ജീൻസിൻ്റെ പാൻറ്റുകൾ ഉണ്ട് കേട്ടോ. പാൻറ്റുകൾ വേണ്ട, ടീഷർട്ടുകൾ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആളിതാ നല്ല ഒരു ബ്ലൂവും ഗ്രേയും കളറുള്ള ടീഷർട്ടും പിന്നെ ഒരു ലൈറ്റ് ഗ്രീനും ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങി പിന്നെ നേരെ ഉമ്മാനും കൂട്ടിയിട്ടായിരുന്നു കേട്ടോ. പിന്നെ അനുവിന് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിച്ചു അവിടുന്ന് കരച്ചിലാണ് കേട്ടോ. ഓന് തുണിക്കടയിൽ നിന്ന് വരുന്നില്ല, ഓൻ അവിടുന്ന് ഓരോ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ അനുവിൻ്റെ വീട്ടിലെത്തി, ബേബീനെയൊക്കെ കണ്ടു. അപ്പം 6 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് പോകുന്ന വൈക്കിൽ നല്ല സൺസെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നു, പുറത്തിറങ്ങിയിട്ടാണെങ്കിൽ നല്ല വീഡിയോ ഒക്കെ എടുക്കുകയെന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ ഇച്ചുവിൻ്റെ വാശിയൊക്കെ ഒന്ന് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇച്ചു നമുക്ക് ബേബീനെ കാണാൻ പോവുക. അപ്പോൾ ആൾക്ക് ബേബീനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം എടുക്കാനും ഇതാക്കാനൊന്നും അറിയില്ലെങ്കിലും വേദനിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷെങ്കിൽ എന്നാലും പറയുമ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇനി അനുവിൻ്റെ വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് ഇറങ്ങാൻ, കാരണം മഗ്‌രിബ് കൊടുക്കാനായി കേട്ടോ. 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വീഡിയോ എടുത്തത് ഞങ്ങൾ തിരിച്ചിക്കാൻ്റെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കൽപ്പറ്റ ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കുകയാണ്. കാരണം നെക്സ്റ്റ് ഡേ മിക്കവാറും നോമ്പാവും എന്നുള്ളത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങുകയാണ്. അപ്പോൾ 1-ാം തീയതി നോമ്പായിട്ടില്ല, 2-ാം തീയതി മുതലേന്ന് കേട്ടോ ഇവിടെ നോമ്പുണ്ടായിരുന്നത്. അങ്ങനെ ഫ്രൂട്ട്സും പിന്നെ നോമ്പ് തുറക്കാനുള്ള ഈത്തപ്പഴവും അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളായിരുന്നു വാങ്ങാനുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇതിൻ്റെ മുമ്പ് വാങ്ങിയതായിരുന്നു കേട്ടോ. നമ്മളെ നോമ്പ് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഹിസുവും ഇച്ചും ഇതൊക്കെ കളിക്കും ഇതൊക്കെ ചെയ്യുന്നുണ്ട്, കരിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് ഇക്കാൻ്റെ വീട്ടിലേക്ക് തന്നെ പോവാണ് കേട്ടോ. അപ്പം വീട്ടിൽ നിന്ന് വൈകുന്നേരം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 3:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉമ്മാനോട് പിന്നെ സ്കൂളിൽ നിന്ന് കേട്ടോ ഉമ്മാനോട് യാത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ നേരെ ഇക്കാൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ചെറിയ വിശേഷങ്ങളും ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും മാക്സിമം കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമൻറ്റും കാര്യങ്ങളൊക്കെ എഴുതിയാൽ ഓക്കെ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.